തമിഴന്മാർ പോലീസുകാരും എന്താ പൊട്ടന്മാരാണോ? എനിക്ക് സംശയമുണ്ട് പൊട്ടന്മാരാണോ. കാരണം റോഡിലൊന്നും ഇറങ്ങി വ്ളോഗ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ക്യാമറ പിടിച്ച് വെച്ചു. ക്യാമറ പിടിച്ച് നാളെ കാലത്തൊന്ന് സ്റ്റേഷനിലൊന്ന് മേടിച്ചോളാം. ഞാൻ കൈയും കാലും പിടിച്ചിട്ടാണ് മേടിച്ച് തിരിച്ചു വന്നത്. ബോച്ചേൻ്റെ ഒരു പടം കണ്ട. അപ്പോൾ ഞാൻ ബോച്ചേരെ അവിടെ നിന്ന് വിട വാങ്ങുകയാണ് കേട്ടോ. കണ്ടില്ലേ, ബോച്ചെ ഫുഡ് എക്സ്പ്രസ്. നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു കോൺസെപ്റ്റാണ്. കൂട്ടുകാരെ, ഞാനേ നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ആ പരിസരമാണ്. ഈ ഭാഗത്തെ നൈറ്റ് ലൈഫ് കാണിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതലും എൻ്റെ വിവരണങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല രസത്തിൽ ഇത് ആസ്വദിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്കപ്പോൾ തുടങ്ങല്ലേ. ഈ ഭാഗം നല്ല ക്രൗഡഡാണ്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. സമയം 10 മണി. 10 മണിയായിരിക്കും കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറ പിടിക്കാൻ പാടില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും പോലീസ് പിടിച്ചു, കുറച്ച് ഉപദേശം തന്നെ വിട്ടിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ആൾ പറഞ്ഞു പുറത്തൊക്കെ കയറി പിടിച്ചാൽ അകത്തൊന്നും കയറി പിടിക്കണം. അകത്തൊക്കെ കയറി അവരുടെ മുമ്പിൽ പിടിക്കാൻ പാടില്ല. അതാണ് നിയമം. കുഴപ്പമില്ല, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഇതൊരു പഴയൊരു എഞ്ചിനാണ് കേട്ടോ. കണ്ടില്ലേ, കൽക്കർ എഞ്ചിനാണ്. നമുക്കിനി പതുക്കെ ഈ പരിസരമൊക്കെ ഒന്ന് കാണാം. എന്താണ് നമ്മുടെ കോയമ്പത്തൂരിൻ്റെ നൈറ്റ് വിശേഷങ്ങൾ, രാത്രി വിശേഷങ്ങൾ. രാത്രിയിലും അതിമനോഹരമായി അലങ്കരിച്ചു വച്ചിരിക്കുന്ന ഒരു ഗണപതി ക്ഷേത്രം. ഇവിടെ ഒരു ചേട്ടൻ നല്ല കപ്പലണ്ടി വെക്കുന്നുണ്ട്.
ரைடு ஓகே ada anu sih Arif നൈറ്റ് വ്ളോഗ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതേപോലെ ഓരോ നാടിൻ്റെയും നൈറ്റ് പോയി പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ ഒരു സെക്ഷനിലുണ്ടാവും, പ്ലേലിസ്റ്റിൽ ഒരു ഭാഗത്ത് നൈറ്റ് വ്ളോഗിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണിത്. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ചിന്തിച്ചുള്ള സംഭവമാണ് നൈറ്റ് വ്ളോഗ് പിടിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എസ് പറയണം. ഇത് ഓരോ സ്ഥലത്തും ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. എല്ലാവരും പകൽ മാത്രം കാണിച്ചു പോകുമ്പോൾ നമുക്ക് രാത്രി കാലങ്ങൾ, അതായത് ഒരു നാടിൻ്റെ രാത്രിയിൽ എന്താണ് നടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഭക്ഷണശാലകളാണ് കേട്ടോ, ചെറിയ ചെറിയ കടകൾ. ഹായ് ഹലോ. ഇപ്പോൾ ഏകദേശം കടകൾ കഴിഞ്ഞു കേട്ടോ. ഞാൻ അടുത്ത ജംഗ്ഷനിൽ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാം.
നല്ല തണുത്ത കാറ്റ് കേട്ടോ, ഒരു പ്രത്യേക ഒരു ഫീല്. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. कॉम्पिटिशन है ना 8 ड्राइवर जाऊंगा. റെയിൽവേ സ്റ്റേഷൻ്റെ എതിർവശത്തും നിറയെ ഹോട്ടലുകളാണ് കേട്ടോ. നമുക്ക് ഈ ഗല്ലിലേക്കൊന്ന് കിടന്നു നോക്കാം കേട്ടോ. ഈ ഗല്ലിയുടെ പ്രത്യേകത എന്തിനാണെന്നറിയോ? ഈ ഗല്ലിയിൽ ഇഷ്ടം പോലെ ഹോട്ടൽസ് ഉണ്ട്. നല്ല വലിയ ഹോട്ടൽസും ഉണ്ട്, ചെറിയ ഹോട്ടൽസും ഉണ്ട്. കണ്ടമാനം ബാറ് അടക്കമുള്ള ഹോട്ടലുകൾ ഇവിടെ ലഭിക്കും കേട്ടോ. തമിഴന്മാർ പോലീസുകാരും എന്താ പൊട്ടന്മാരാണോ? എനിക്ക് സംശയമുണ്ട് പൊട്ടന്മാരാണോ. കാരണം റോഡിലൊന്നും ഇറങ്ങി വ്ളോഗ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ക്യാമറ പിടിച്ച് വെച്ചു, ക്യാമറ പിടിച്ച് നാളെ കാലത്തൊന്ന് സ്റ്റേഷനിലൊന്ന് മേടിച്ചോളാം. ഞാൻ കൈയും കാലും പിടിച്ചിട്ടാണ് മേടിച്ച് തിരിച്ചു വന്നത്. എന്തൊരു കഷ്ടം നോക്ക്. ഇങ്ങനെ ഉണ്ടാവും ആൾക്കാർ റോഡിൽ വ്ളോഗ് ചെയ്യാൻ പാടില്ല. അത് എന്ത് നിയമമാണ്? ഇവരൊക്കൊന്നും ബുദ്ധി ഇല്ല എന്ന് തോന്നുന്നു. ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യില്ല. അങ്ങനത്തെ ഒരു കിടന്നു ചെല്ലാൻ പാടില്ലാത്തൊരു ഏരിയ വെച്ചാൽ പോട്ടെ, അത് അങ്ങനത്തെ ഒരു ഏരിയയും കൂടിയല്ല. ഓക്കെ, ഞാനിപ്പോൾ വീണ്ടും റെയിൽവേ സ്റ്റേഷന് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. പിടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്, പിടിക്കാൻ പാടില്ല എന്ന്. ഓൾറെഡി ഒരു പോലീസുകാരൻ അങ്ങ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ ആൾക്കാരെ അവിടെ നിന്ന് കാണാൻ എൻ്റെ ഭഗവാന്. ഇനി പിടിച്ചു കഴിഞ്ഞാൽ ക്യാമറ പിടിച്ചുകൊണ്ട് പോവും ആ കള്ളപ്പന്നി.
ഞാനിവിടെ ഒരു കാര്യം കാണിച്ചിട്ട് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ബോച്ചേൻ്റെ ഒരു ഫുഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, ഒരു ഹോട്ടലുണ്ട്. ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ട്രെയിനിൻ്റെ ബോഗിയിൽ ഒരു ഹോട്ടൽ ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്. ഇത് ബോച്ചോൻ്റെ കോയമ്പത്തൂരിൻ്റെ സെറ്റപ്പാണ് കേട്ടോ. അടിപൊളിയാണ്. ഞാനിവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, പക്ഷേ നമുക്കൊന്ന് കാണാം ജസ്റ്റ് ഒന്ന്. പണ്ടത്തെ ഒരു ബോഗിയാന്ന് തോന്നുന്നു കേട്ടോ. അതെ, പണ്ടത്തെ ബോഗിയാണ്. അടിപൊളി സെറ്റപ്പ് അല്ലേ? അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ചു. ഞാൻ കുറച്ച് നേരത്തെ ആ പോലീസ് പിടിച്ചില്ലേ, ആ ഭാഗത്തു നിന്ന് ഒരു ഹോട്ടലിൽ കയറി. ഹായ്, ഇതാണ് സെറ്റപ്പ് കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. തിരക്ക് കുറവാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 മണി 10:30 11 മണി ആയിട്ടുണ്ടാവും. അത്ര ആയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊന്നുമില്ല. ബോച്ചാൻ്റെ ഒരു പടം കണ്ട. നല്ല സെറ്റപ്പ്. പുറത്താണെങ്കിലും നല്ലൊരു വൈബാണ്. മുകളിൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇല്ലേ, ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കയറി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് പോവാം. ഇങ്ങനെ കയറിയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോവാം. കണ്ടോ, കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ആ പോലീസുകാരൻ പിടിച്ചില്ലേ, അവിടെ പോയിട്ട് ഒന്നുകൂടി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കട്ടെ പറ്റുമെന്നില്ല. അവർ പോയാൽ നമുക്ക് അവിടെ പോയിട്ട് പതുക്കെ ആ ഭാഗം ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇനി പോയി റിസ്ക് നല്ല സെറ്റപ്പ്. പുറത്താണെങ്കിലും നല്ലൊരു വൈബാണ്. മുകളിൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇല്ലേ, ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കയറി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് പോവാം. ഇങ്ങനെ കയറിയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോവാം. കണ്ടോ, കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ആ പോലീസുകാരൻ പിടിച്ചില്ലേ, അവിടെ പോയിട്ട് ഒന്നുകൂടി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കട്ടെ പറ്റുമെന്നില്ല. അവർ പോയാൽ നമുക്ക് അവിടെ പോയിട്ട് പതുക്കെ ആ ഭാഗം ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ
ഇനി പോയി റിസ്ക് എടുക്കാം നമുക്ക് എന്തായാലും. ഇത് നമുക്ക് അർഹപ്പെട്ടത് മാത്രം നമ്മൾ ചോദിച്ച് മേടിക്കണല്ലോ, അല്ലാത്തൊന്നും ചോദിച്ച് മേടിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ബോച്ചേരെ അവിടെ നിന്ന് വിട വാങ്ങുകയാണ് കേട്ടോ. കണ്ടില്ലേ, ബോച്ചെ ഫുഡ് എക്സ്പ്രസ്. നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു കോൺസെപ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോഴേ ഞാൻ പണ്ട് കാലത്ത് ഗൾഫിൽ ദുബായിൽ നടക്കുന്നൊരു ഫീലിംഗ് കേട്ടോ. അങ്ങനത്തെ ഒരു ഫീലിംഗ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തിനുള്ളിലേക്ക് കയറിയത്. ഇനി അവന്മാർ വരുമോ എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഒന്ന് പാത്ത് പോകുന്നതാണ് നല്ലത്. ഇവന്മാർ പൊട്ടന്മാരാണെന്ന് ബുദ്ധിയില്ല, അതിൻ്റെ കുഴപ്പമാണ്. ഈശ്വര, ഇവിടെ വല്ലതും ഉണ്ടാ? ഇല്ല. ഒരു മൂല വന്നപ്പോൾ ഇത്തിരി പേടി. അപ്പോൾ ഈ വഴി ഏകദേശം അവസാനിക്കാറായി എന്ന് തോന്നുന്നു. ഇവിടെ മുഴുവൻ ഹോട്ടലുകളാണ്. എനിക്ക് നല്ല രീതിയിൽ കാണിച്ചു തരാൻ പറ്റിയില്ല സത്യം പറയാൻ വെച്ചാൽ. പേടിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് ഈ ഭാഗം. ഇനി അങ്ങോട്ട് ഭയങ്കര ഇരുട്ടാണ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട. എനിക്ക് മര്യാദയ്ക്ക് സത്യം പറയാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിവേ നമുക്ക് തിരിച്ചു പോവാം. ഇത് മുഴുവൻ ഇവിടെ ബാറും അങ്ങനത്തെ ഹോട്ടലുകളാണ്. നല്ല ഹോട്ടലുകളുണ്ട്. ഒക്കെ ഒരു 4 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലുകളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. കണ്ട, തിരിച്ച് ഞാൻ ഒന്നുകൂടി വരികയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് ശരിയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി തിരിച്ച് വന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളുടെ കോയമ്പത്തൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള നൈറ്റ് വ്ലോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് റിസ്ക് എടുത്ത് പോകണില്ല. 2 പ്രാവശ്യം പോലീസിൻ്റെ തന്നെ മേട്ട് കിട്ടി. ഇനിയിപ്പോൾ 3ാമത് മേട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു ക്യാമറയൊക്കെ പിടിച്ച് വെക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, കുറച്ച് ബുദ്ധി കുറവുള്ള പോലീസുകാരുള്ള ഈ നാട്ടിൽ നിന്ന് ഞാൻ ഈ വ്ലോഗ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും എല്ലാവരും കേട്ടോ. ബൈ ബൈ.